ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ. വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധിയുടെ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമാണെന്ന് ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ. ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് ഈ പദ്ധതി അർഹതപ്പെട്ടവർക്ക് നൽകിയതെന്നും 2015 കാലഘട്ടങ്ങളിൽ പണം വകമാറ്റി ചെലവഴിച്ചതായും അംഗങ്ങൾ ആരോപിച്ചു. ഈ ഭരണസമിതിയുടെ തുടക്കത്തിൽ തന്നെ ദുരിതാശ്വാസ നിധി നടപ്പിലാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും അവസാന ഘട്ടത്തിലാണ് അർഹതപ്പെട്ട ആളുകൾക്ക് ധനസഹായം വിതരണം ചെയ്യാൻ തീരുമാനിച്ചതെന്നും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും പഞ്ചായത്ത് അംഗം അരിബ്ര മോഹൻ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി എന്ന രീതിയിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പരിപാടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം 2010-15 കാലഘട്ടങ്ങളിൽ ദുരിതാശ്വാസ ഫണ്ട് എന്ന രീതിയിൽ കുടുംബശ്രീ, അതേമാതിരി ആശാവർക്കർമാർ എല്ലാ മേഖലയിലും നടന്ന് പിരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ട് കൊണ്ടാണ് ഒരു ദുരിതാശ്വാസ നിധി കഴിഞ്ഞ ഭരണസമിതി ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ന് ഈ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് ഈ പദ്ധതി അർഹതപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്നിപ്പോൾ ഇവിടെ 14 ആൾക്ക് വിതരണം ചെയ്തിട്ടുള്ള, അതായത് ഡയാലിസിസ് ചെയ്യുന്ന 14 രോഗികൾക്കാണ് ഇന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിതരണം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറയുകയുണ്ടായി, ഈ ദുരിതാശ്വാസ നിധി എന്ന രീതിയിൽ എല്ലാ അർഹതപ്പെട്ട ആളുകൾക്കും വിതരണം ചെയ്യണം എന്നുള്ളത്. പക്ഷേ അത് ഇന്നിപ്പോൾ ഈ അവസാന നിമിഷത്തിലേക്ക് കൊണ്ടെത്തിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളതാണ്. നമുക്കറിയാം 2010-15 കാലഘട്ടങ്ങളിൽ ഫണ്ട് പിരിച്ചെടുത്ത് അത് വകമാറ്റി ചെലവഴിച്ച ഒരു വിഷയം കൂടി അന്നുണ്ടായിരുന്നു. നമുക്കറിയാം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പഴയ പഞ്ചായത്ത് ഓഫീസ് നിലനിൽക്കുന്ന ഭാഗത്ത് അന്ന് ഒരു തുണിക്കട തുടങ്ങി. ഇതിൻ്റെ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് അന്നത്തെ ASന്റെ പേരിൽ വലിയ രീതിയിൽ അന്വേഷണം നടക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണം എന്നുള്ളതാണ്. 9 വർഷത്തോളമായി പ്രവൃത്തി പൂർത്തീകരിച്ച ബഡ് സ്കൂൾ ഉദ്ഘാടനത്തിനൊരുങ്ങിയിട്ടും കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ ഈ മാസം 4-ാം തീയതി ഉദ്ഘാടനം ചെയ്യാമെന്ന് തീരുമാനമായെങ്കിലും ഇതുവരെ സ്കൂൾ തുറന്നുകൊടുക്കാൻ ഭരണസമിതി തയ്യാറായിട്ടില്ല എന്നും ഈ മാസം തന്നെ ബഡ് സ്കൂൾ തുറന്നുകൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരരംഗത്തേക്ക് CPM പോകുമെന്നും C. സ്വാമിദാസൻ പറഞ്ഞു. സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള അശരണരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വരൂപിച്ചിട്ടുള്ള പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധി ഈ ഭരണസമിതിയുടെ തുടക്കത്തിൽ തന്നെ മോനേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇത് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ 9 വർഷക്കാലമായി പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുന്ന ബഡ്സ് സ്കൂള് സമൂഹത്തിലെ ഏറ്റവും പരിഗണന അർഹിക്കുന്ന വിഭാഗമാണ് ഭിന്നശേഷിക്കാർ. കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ ഈ കഴിഞ്ഞ 4-ാം തീയതി ഒക്ടോബർ 4-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഇന്നിവിടെ 15-ാം തീയതിയായി. ഇതുവരെ ആയിട്ട് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അത് എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും എത്തേണ്ടതും എത്തിക്കേണ്ടതുമാണ്. എല്ലാ വാർഡിലെയും ആശാവർക്കർമാരെയും കുടുംബശ്രീയെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനുള്ള ഫണ്ട് സമാഹരിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഈ ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഇടതുപക്ഷത്തെയും ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ്. അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. അപ്പോൾ വ്യക്തമായും ഇത് സൂചിപ്പിക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പദ്ധതി. ഒരു 10-20 ദിവസം മാത്രമേ ഉള്ളൂ ഇനി ഇലക്ഷനിലേക്ക് പോകാൻ. അപ്പോൾ എന്തു തന്നെയായാലും ഈ പദ്ധതിയെ ഞങ്ങൾ അംഗീകരിക്കുക. ഇത് ഈ തുടക്കം മുതൽ തന്നെ ഞങ്ങളുടെ ഭരണസമിതിയുടെ തുടക്കം മുതൽ ഇത് നടപ്പിലാക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. അതേപോലെ തന്നെ നിരന്തരമായ സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ബഡ്സ് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി. ആ ബഡ്സ് സ്കൂൾ ഈ ആഴ്ച തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ശക്തമായ സമരരംഗത്തേക്ക് CPIM പോവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈസ്റ്റ് ലൈഫ്, വണ്ടൂർ.
അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.